എല്ലാ പ്രിയപ്പെട്ടവർക്കും മിറക്കിൾ ഡേയിലേക്ക് വീണ്ടും സന്തോഷത്തോടെ സ്വാഗതം. ഇന്നത്തെ ദിവസം വീണ്ടും നമ്മുടെ ജീവിതത്തിലെ ഒരത്ഭുതത്തിൻ്റെ ദിനമായിരിക്കാൻ ഞാൻ യേശുവിനെ സ്തുതിക്കുകയാണ്. ഓരോ പ്രേക്ഷകരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ദേശം ജീവിതത്തിൽ വലിയ വലിയ പരിവർത്തനങ്ങൾ വരുത്താൻ പോവുക. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ദേശം ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുകയാണ്. യേശു ഈ കുടുംബത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായി അനുഗ്രഹിച്ചാൽ ആമേൻ. നമ്മൾ തുടർന്ന് വചന സന്ദേശം കേൾക്കുമ്പോൾ ഇന്നത്തെ സന്ദേശം ദൈവത്തിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, യേശുവിനെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു വലിയ വെപ്പണാണ്, ഒരു ആയുധം പോലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോവുക. സോ ഡോണ്ട് മിസ് എനി സിംഗിൾ സെൻറ്റൻസ്. ഇന്നുപോലും നിങ്ങൾ മിസ് ചെയ്യരുത്. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വീണ്ടും ജോയിൻ ചെയ്യാം. Blessed be the name of the Lord. യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Let us turn our attention to Ephesians chapter 5 and verse number 19. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. Here Apostle Paul says, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, verse number 19, speak out in one another in psalms and hymns and spiritual songs, offering praise with voices and instruments and making melody with all your heart to the Lord. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തു. Today we are going to think about a powerful weapon in the kingdom of God. ദൈവരാജ്യത്തിൽ ശക്തിയുള്ള ഒരു ആയുധത്തെക്കുറിച്ച് നാം ചിന്തിക്കാൻ പോകുന്നു. God demands our praises and our honor. ദൈവം നമ്മുടെ സ്തുതികളെ ആവശ്യപ്പെടുന്നു. Hallelujah. Hallelujah. When we praise God, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ that means it is filled with the thanksgiving and gratitudes. നന്ദിയുള്ളവരായി നമ്മുടെ ഹൃദയത്തിൽ നന്ദി കൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. Oh, when we say thank you for everything in my life. എൻ്റെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകൾക്കും കർത്താവിനെ അങ്ങേക്ക് നന്ദി പറയുകയാണ്. Remembering all the things that he has done in our lives in the past days in our lives. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നിമിഷം വരെയും കർത്താവ് ചെയ്ത ഓരോ നന്മകളെയും ഓർത്തുകൊണ്ട് നാം കർത്താവിനെ സ്തുതിക്കുന്നു. This will create an atmosphere in our lives. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നു. That is why Paul says, praise him with all spiritual songs, hymns and thanksgiving. That is what in Ephesians chapter 5 and verse number 19 says. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്. തമ്മിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. Hallelujah. Hallelujah. Praising God is creating an atmosphere in our lives so that God can come on our behalf. നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നു. അങ്ങനെ കർത്താവിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ പറ്റുന്നു. Whatever we need in our lives and whatever we are looking for, we need to praise God for that. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് മുഴുവനും, നമ്മുടെ ആവശ്യങ്ങൾക്കായി മുഴുവനും നാം കർത്താവിനെ സ്തുതിക്കണം. Hallelujah. Hallelujah. In Acts chapter 16 we see an incident happened in the lives of apostles. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം നാം കാണുന്നു. Paul and Silas, they were in the prison. പൗലോസും ശീലാസും ഒരു കാരാഗൃഹത്തിലായിരിക്കുന്നു. Many of us, maybe we are also in that situation. Maybe we have no freedom in life and we are bound in so many areas. പൗലോസിനെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പല മണ്ഡലങ്ങളിലും നാം കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. The Bible says, വചനത്തിൽ നാം കാണുന്നത്, during the midnight, അർദ്ധരാത്രിയുടെ സമയത്ത് Paul and Silas started to praise God. പൗലോസും ശീലാസും ദൈവത്തെ പാടി ആരാധിക്കുവാൻ തുടങ്ങി. Their condition was not very good. അവരുടെ അവസ്ഥ നല്ല അവസ്ഥയല്ലായിരുന്നു. When we read the chapter, ആ അധ്യായം മുഴുവനും നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് that they were beaten up by the people and they were thrown into the prison. അവരെ വളരെയധികം അടിച്ചിട്ട് കാരാഗൃഹത്തിന്റെ ഉള്ളിൽ അവരെ ഇട്ടിരിക്കുന്നു. And they were hungry and they were tired, but yet
they got up in the midnight and they അവർക്ക് were നല്ല praising God. വിശപ്പുണ്ട്, അവരുടെ ശരീരത്തിൽ നല്ല നൊമ്പരമുണ്ട്, എന്നിട്ടും അവർ അർദ്ധരാത്രിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ Why തുടങ്ങി. they are praising God in the midst of trouble? അവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ എന്തിനാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്? Sometimes we will say, how can I praise God? How can I give thanks? Because my situation is not very good. പലപ്പോഴും നാം ചോദിച്ചേക്കാം, എന്റെ അവസ്ഥ ഇത്രയും മോശമാണ്, എങ്ങനെ എനിക്ക് ദൈവത്തെ ആരാധിക്കുവാനോ സ്തുതിക്കുവാനോ But പറ്റും? Bible says, എന്നാൽ വേദപുസ്തകം പറയുന്നത് this is the culture in the kingdom of God. ദൈവ രാജ്യത്തിലെ ഒരു സംസ്കാരമാണിത്. Whether it is good time or bad time, we need to give glory to God. നല്ല സമയമായാലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മോശമായ സമയമായാലും നാം ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം. That is why David says, I will praise the Lord all time in my life. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയായ ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തും. And praise shall be always in my mouth. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. Hallelujah. Hallelujah. So during the midnight, they started praising God. അർദ്ധരാത്രിയുടെ സമയത്ത് അവർ ദൈവത്തെ പാടി ആരാധിക്കുന്നു. And it was their lifestyle. അത് അവരുടെ ജീവിത ശൈലിയായിരുന്നു. They were doing it. അവർ ചെയ്തുകൊണ്ടിരുന്ന ജീവിത Whether it ശൈലിയായിരുന്നു. is in good time or bad time, they started praising God. നല്ല സമയമായാലും അല്ലെങ്കിൽ മോശമായ സമയമായാലും അവർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. Remember, whenever we praise God, ഓർക്കണം, നാം ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെയും the glory of God is coming down. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. His culture will come down. ദൈവത്തിന്റെ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി His വരികയാണ്. culture is other than all other culture. ഈ ഭൂമിയിൽ നാം കാണുന്ന ഏത് സംസ്കാരത്തെക്കാട്ടിലും ഉയർന്ന സംസ്കാരമാണ് There is ദൈവരാജ്യത്തിന്റെ no സംസ്കാരം. bondage in that culture. ഈ സംസ്കാരത്തിന്റെ ഉള്ളിൽ ബന്ധനമില്ല. There is no sickness in that culture. ഈ സംസ്കാരത്തിന്റെ ഉള്ളിൽ രോഗമില്ല. There is no poverty in that culture. ഈ സംസ്കാരത്തിനുള്ളിൽ ദാരിദ്ര്യമില്ല. There is only health, joy, peace and happiness in that ഈ culture. സംസ്കാരത്തിന്റെ ഉള്ളിൽ ആരോഗ്യം, സന്തോഷം, സൗഖ്യം, സമൃദ്ധി ഇത് മാത്രമാണ്. So creating an atmosphere is very much important. ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. Some of we are sitting in a difficult situation maybe. എന്നെ ശ്രദ്ധിക്കുന്ന പലരും ഇന്ന് ആയിരിക്കുന്നത് വളരെ തകർച്ചയുടെ You അവസ്ഥയിലാണ്. may be dying with the sickness. നിങ്ങളുടെ ശരീരം രോഗം കൊണ്ട് മരിക്കുന്ന അവസ്ഥയായിരിക്കാം. Maybe you are going through severe affliction in life. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത കഷ്ടതകൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന But അവസ്ഥയായിരിക്കാം. if you can remember a good thing, remember the good things that God has done in our lives, and if you can start praising Him, there is an atmosphere He's going to create today. എന്നാൽ അതിനെ മറന്ന് കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് നിങ്ങൾ സ്തുതിക്കുവാൻ ഇപ്പോൾ തുടങ്ങുമെങ്കിൽ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഉടലെടുക്കാൻ പോകുന്നു. Whenever we praise God, നാം ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെയും that is creating an atmosphere. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അന്തരീക്ഷം The ഉണ്ടാക്കിയെടുക്കുന്നു. culture of God will come down. ദൈവ രാജ്യത്തിന്റെ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. Sometimes when everything is all right in our lives, we are ready to praise God. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്നായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ വളരെ It എളുപ്പമാണ്. is not like that. ഇത് അതുപോലെയല്ല. Jesus demands our praises in all situations. നാം ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവത്തെ സ്തുതിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. When we praise Him, നാം അവനെ സ്തുതിക്കുമ്പോൾ He will come down to our level. അവൻ നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മൾ ആയിരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഇറങ്ങി വരും. What happened in this prison? ഈ കാരാഗൃഹത്തിൽ എന്താണ് During the സംഭവിച്ചത്? midnight, അർദ്ധരാത്രിയുടെ Paul and സമയത്ത് Silas were praising God. പൗലോസും ശീലാസും ദൈവത്തെ പാടി The സ്തുതിക്കുന്നു. glory, the culture of God came down. ദൈവ രാജ്യത്തിന്റെ സംസ്കാരം അവിടെ ഇറങ്ങി The വരികയാണ്. prison's walls were broken. കാരാഗ്രഹത്തിന്റെ മതിലുകൾ അവിടെ കുലുങ്ങി. There was an earthquake. അവിടെ ഭൂമി കുലുങ്ങി. The chains were loosed. അവരുടെ ചെങ്ങലകൾ അഴിഞ്ഞു വീണു. This will happen today. അത് ഇന്നും സംഭവിക്കുന്നു. When we praise Him, നാം അവനെ സ്തുതിക്കുമ്പോൾ His presence will come down. ദൈവത്തിന്റെ സാന്നിധ്യം നാം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരും. Hallelujah. ഹല്ലേലൂയ. How can we praise God? നമുക്ക് ദൈവത്തെ എങ്ങനെ സ്തുതിക്കാൻ പറ്റും? I mean, think about all things He has done for you. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓരോന്നും ഓർത്ത് അവനെ സ്തുതിക്കുക. Count on every blessing ഓരോ നന്മകളും ഓർത്ത് അവനെ and സ്തുതിക്കുക. say thank you for it. എന്നിട്ട് പറഞ്ഞാട്ടെ, കർത്താവേ അങ്ങ് ഇത് ചെയ്തതിനായി നന്ദി And കർത്താവേ. that praise will lead you into singing songs. അങ്ങനെ സ്തുതിച്ചോണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ നാവിന്മേൽ ചില പാട്ടുകളെ തരും. So that will create an atmosphere. ആ പാട്ടുകൾ നിങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. Bible says Paul and Silas were released from the prison.
വേദപുസ്തകം പറയുന്നത് അവർ ആയിരുന്ന കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു, അവർ അവിടുന്ന് അവർ റിലീസ് ചെയ്യപ്പെടുകയാണ്. What we are saying today, നാം ഇന്ന് എന്താണ് കാണുന്നത്? when you become a praiser, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറുന്നുവെങ്കിൽ you can see remarkable, marvelous things in our lives. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങളെ നിങ്ങൾ കാണുവാൻ Let പോകുന്നു. us see what happened in Paul's life. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് Paul and നോക്കാം. Silas was in a strange city, ഏറ്റവും അപരിചിതമായ സ്ഥലത്താണ് പൗലോസും ശീലാസും but the ആയിരിക്കുന്നത്. Bible says they were praising God. എന്നാൽ അവർ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. What God can do for a praiser. ദൈവത്തെ സ്തുതിക്കുന്ന ആളിന് വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത്? One day Paul and Silas they were searching a place to preach the word of God. ദൈവ വചനം പ്രസംഗിക്കുവാൻ അവർ മക്കെദോന്യയിൽ വന്നപ്പോൾ ആ സ്ഥലം ഇങ്ങനെ There was കണ്ടുപിടിക്കുകയാണ്. there was not a place they could find out, so they went to the riverside. അവിടെ അവർ ഇങ്ങനെ നോക്കിയപ്പോൾ ദേവാലയം അവർക്ക് പിടിക്കാൻ പറ്റിയില്ല. അവർ പുഴവക്കത്തേക്ക് പോകുകയാണ്. Yeah, they went to near to a pool. അവൻ ഒരു പുഴവക്കത്തേക്ക് പോകുകയാണ്. There she saw certain ladies, they were talking. അവിടെ രക്താംബരം വിൽക്കുന്ന ചില സ്ത്രീകളെ അവൻ കാണുകയാണ്. And Paul could felt in his spirit. പൗലോസിന് തന്റെ ആത്മാവിൽ മനസ്സിലായി. And Paul was started to preaching the gospel to those അവരുടെ ഇടയിൽ പൗലോസ് people. വചനം സംസാരിക്കുവാൻ തുടങ്ങി. And something happened there. അവിടെ എന്തോ സംഭവിച്ചു. So remember, ഓർക്കുക, Paul and Silas, they were praising God. പൗലോസും ശീലാസും ദൈവത്തെ Paul സ്തുതിക്കുന്നവരാണ്. was a praiser. പൗലോസ് ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. Saul was a praiser. ശീലാസ് ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. Paul and Silas they were praising God. അവർ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. 3-4 things happened there. അവിടെ 3-4 കാര്യങ്ങൾ സംഭവിച്ചു. And I know these things are going to happen even today. അത് ഇന്നും നമ്മുടെ നടുവിൽ സംഭവിക്കാൻ പോകുന്നു. When Paul started to preach, പൗലോസ് പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ God opened the heart of Lydia. ദൈവം ലുദ്യയുടെ ഹൃദയത്തെ അവിടെ തുറന്നു. She was a rich woman. അവൾ വളരെ സമ്പന്നയായ സ്ത്രീയാണ്. God opened her heart. അവളുടെ ഹൃദയത്തെ ദൈവം തുറന്നു. And the Bible says, വചനത്തിൽ നാം കാണുന്നത്, and then she opened her home for Paul and Silas. അവളുടെ വീട് പൗലോസിനും ശീലാസിനും തുറന്നു കൊടുക്കുകയാണ്. So first of all, God opened her heart. ആദ്യമായിട്ട് ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നു. Secondly, God opened her home for Paul and രണ്ടാമതായിട്ട് Silas. അവളുടെ വീടിന്റെ വാതിൽ പൗലോസിന് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുകയാണ്. And thirdly, മൂന്നാമതായി, because of that one incident, ആ ഒരു സംഭവ നിമിത്തം the city was opened before Paul and Silas. പൗലോസിന്റെ ശീലാസിന്റെ മുൻപിൽ പട്ടണം തുറക്കപ്പെടുന്നു. And the city were opened before Paul. പൗലോസിന്റെ ശീലാസിന്റെ മുൻപിൽ ആ പട്ടണത്തിന്റെ വാതിലുകൾ They തുറക്കുകയാണ്. could see opportunity. അവരുടെ മുൻപിൽ അവർക്ക് അവസരങ്ങൾ കാണുവാൻ പറ്റുന്നു. And then the Bible says, വചനത്തിൽ നാം കാണുന്നത്, all demonic system in the city started breaking. ആ പട്ടണത്തെ ഭരിച്ചിരുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ആ പട്ടണം വിട്ടുപോകുകയാണ്. And next level we see God opened the prison walls. അടുത്തത് നാം കാണുന്നത് കാരാഗ്രഹത്തിന്റെ വാതിലുകളെ കർത്താവ് തുറക്കുന്നു. Prison walls were opened. ആ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ ദൈവം It തുറക്കുകയാണ്. was impossible, അത് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന സംഭവം, but because of the praising God, എന്നാൽ അവർ ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ the presence of God broke every prison walls. ആ സ്ഥലത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറന്നിരിക്കുന്നു. Then God opened every eyes. അവിടെ ആയിരുന്ന കാരാഗ്രഹ പ്രമാണിയുടെ അവിടെ കാത്തിരുന്ന എല്ലാ സൂക്ഷിപ്പുകാരുടെ കണ്ണുകളെ ദൈവം തുറക്കുകയാണ്. This is all God is doing for a praiser. ഇത് സ്തുതിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ചെയ്യുകയാണ്. Praise will bring the glory down. നാം സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി We വരികയാണ്. saw God opened the heart of Lydia. നാം കണ്ടു ലുദ്യയുടെ ഹൃദയം ദൈവം തുറന്നു. God opened her home. അവളുടെ വീടിനെ ദൈവം തുറന്നു. And God opened the city. ആ പട്ടണത്തിന്റെ വാതിലുകളെ ദൈവം And തുറന്നു. then God opened the prison walls. ആ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ ദൈവം Then തുറന്നു. God opened every eyes. അവിടെ ആയിരുന്ന ജനത്തിന്റെ കണ്ണുകളെ ദൈവം തുറന്നു. So God's presence was coming, keep on doing things. ദൈവ സാന്നിധ്യം ഇറങ്ങി ശക്തമായി ചില കാര്യങ്ങളെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. In the Bible, വേദപുസ്തകത്തിൽ praise is a word given to Judah. സ്തുതിക്കുക എന്ന വാക്കാണ് യഹൂദയ്ക്ക് കൊടുത്തിരിക്കുന്നത്. Jude means praise. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി. Whenever we see Jude, the meaning is praise. നാം യഹൂദ എന്ന വാക്ക് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥമാണ് സ്തുതി.
Let us see the meaning of Jude. യഹൂദയുടെ അർത്ഥം നമുക്ക് നോക്കാം. What praise can do in our lives. നാം സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. Joseph and his brothers, they were tending the sheep. യോസേഫും അവന്റെ സഹോദരന്മാരും, in fact his brothers was tending the sheep. യോസേഫും അവന്റെ സഹോദരന്മാരും ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. In fact the brothers were tending the sheep. സഹോദരന്മാരാണ് അവിടെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നത്. So the father said, you also go and see the welfare of your brothers. പിതാവ് പറയുകയാണ്, നീയും പോയി നോക്കുക നിന്റെ സഹോദരന്മാർ But the എപ്രകാരമായിരിക്കുന്നു. word of God says that Joseph brothers was jealous against Joseph. നാം വചനത്തിൽ വായിക്കുന്നത് യോസേഫിന്റെ സഹോദരന്മാർക്ക് യോസേഫിനോട് They പകയുണ്ടായിരുന്നു. were trying to kill Joseph. യോസേഫിനെ എങ്ങനെയെങ്കിലും കൊന്നു കളയണം, അതായിരുന്നു അവരുടെ ആഗ്രഹം. So they have decided something. അവർ ഇങ്ങനെ തീരുമാനിച്ചു, They decided to kill Joseph. യോസേഫിനെ നമുക്ക് കൊന്നു കളയാം. When they made the plan, ഈ ഒരു പദ്ധതി അവർ രൂപീകരിച്ചപ്പോൾ Jude came in between. അതിന് നടുവിലേക്ക് യഹൂദ വരികയാണ്. Jude said, യഹൂദ പറയുകയാണ്, don't do anything, don't kill the boy. ഇവന്റെ ജീവന് ഹാനി വരുത്തരുത്. So they decided to put him in a waterless pit. അവരെ ഒരു കുഴിയിലേക്ക് അവൻ ഇട്ട് കളഞ്ഞു. So Jude was negotiating. അവന്റെ യഹൂദ ഇവന് വേണ്ടി, യോസേഫിന് വേണ്ടി അവൻ അവിടെ ജാമ്യം നിൽക്കുന്നു. Even after so many years later, വർഷങ്ങൾക്ക് ശേഷം we see Joseph brothers met Joseph. യോസേഫിന്റെ സഹോദരന്മാർ മിസ്രൈമിൽ വന്ന് യോസേഫിനെ കാണുകയാണ്. And Joseph recognized them. അവരെ യോസേഫ് തിരിച്ചറിഞ്ഞു. So Joseph said, യോസേഫ് പറയുകയാണ്, these are my brothers, ഇവരല്ല എന്റെ സഹോദരന്മാരാണ്. but I don't want to reveal myself to them. എന്നാൽ ഇവരുടെ മുൻപിൽ എന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ എനിക്ക് മനസ്സില്ല. After some time, അല്പസമയം he കഴിഞ്ഞപ്പോൾ was behaving wisely. അവൻ വളരെ ബുദ്ധിയോടെ പെരുമാറി. So they said, you bring your younger brother. അവൻ പറയുകയാണ്, നിങ്ങളുടെ ഇളയ സഹോദരനെ കൊണ്ടുവരിക. So this is not possible. അവർ പറഞ്ഞു, ഒരിക്കലും നടക്കത്തില്ല. My father will never allow. എന്റെ പിതാവ് ഒരിക്കലും അവനെ വിട്ടയക്കത്തില്ല. But Jude came in between. അതിന്റെ നടുവിലേക്ക് യഹൂദ വരികയാണ്. Jude came, I will responsible for the child. യഹൂദ പറയുകയാണ്, ഈ ബെന്യാമിന് വേണ്ടി ഞാൻ ഉത്തരവാദി, He അവനെ was ഞാൻ standing മടക്കി in കൊണ്ടുവരാം. between. ആ സഹോദരന്മാരുടെ നടുവിൽ പിതാവിന്റെ മുൻപിൽ യഹൂദ ജാമ്യം Not നിൽക്കുന്നു. before father, but before Joseph. യോസേഫിന്റെ മുൻപിൽ യഹൂദ ജാമ്യം നിൽക്കുന്നു. And again he went to the father. വീണ്ടും സഹോദരന്മാരുടെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. Father was not ready to send his younger son. പിതാവ് ഈ ഇളയ മകനെ വിട്ടുകൊടുക്കുവാൻ പിതാവിന് ഒരുക്കമില്ല. But Jude came. എന്നിട്ട് യഹൂദ അവിടെ വീണ്ടും വരികയാണ്. Jude said, I'll be responsible for the child. യഹൂദ പറയുകയാണ്, ഈ ബാലന് വേണ്ടി ഞാൻ ഉത്തരവാദിയാണ്. And I will bring him back. ഞാൻ അവനെ മടക്കി കൊണ്ടുവരാം. I will be responsible for him. ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കും. What is happening here? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? Jude is standing and negotiating in between the people. ഇത് വലിയൊരു അത്ഭുതമാണ്. അമ്മച്ചിയുടെ പേര് രാജമ്മ ജോർജ്, ശ്രീകാര്യത്തു നിന്നാണ് കടന്നു വരുന്നത്. നാളുകൾക്ക് മുമ്പ് അമ്മച്ചി പാരലൈസ്ഡ് ആയി പോയതാണ്, ശരീരത്തിന് ശക്തിയില്ല. ഇപ്പോൾ സാക്ഷ്യം പറയാൻ ഉള്ളിൽ ഒരു ബോധമുണ്ടായിട്ട് ഓടിക്കേറി വന്നതാണ്. അമ്മച്ചി പറയുന്നത് പാരലൈസ്ഡ് ആയി പോയി, പക്ഷേ മുമ്പ് ഇവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു അത്യന്ത ശക്തി ശരീരത്തിറങ്ങുകയും അതിയായ ഒരു ബലം വ്യാപരിക്കുകയും ഇപ്പം ആ പ്രശ്നം അവിടെ ഇല്ല, നടക്കുവാൻ കഴിയുന്നുണ്ട്. ഓട്ടോയ്ക്ക് അമ്മച്ചി വന്നത്, പക്ഷെ ഇപ്പോൾ ഒരു വലിയ ബലം വ്യാപരിക്കുന്നുണ്ട്. കർത്താവ് തന്നെ സൗഖ്യപ്പെടുത്തുന്ന അമ്മച്ചി വിശ്വസിക്കുക. ജീസസ്. നാം കേട്ടുകൊണ്ടിരുന്ന സന്ദേശം സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ജാമ്യം നിൽക്കുന്നത് പോലെയാണ്. ചില സമയത്ത് ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നു. ജാമ്യം നിൽക്കുന്ന ഒരാളിന് വേണ്ടി പകരം നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ കണ്ടു, യൂദയുടെ ജീവിതത്തിൽ നിന്ന് സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്ന ഒരാളിന് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് മറ്റൊരാളിൻ്റെ പ്രശ്നങ്ങൾ കൂടി അതിനായി ജാമ്യം നിൽക്കുന്ന പോലെ. അപ്പോൾ ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ അതാണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടു, കർത്താവ് നമുക്ക് വേണ്ടി ഹൃദയങ്ങളെ തുറക്കുന്നു, കർത്താവ് കണ്ണുകളെ തുറക്കുന്നു, വാതിലുകളെ തുറക്കുന്നു, പട്ടണവാതിലുകളെ തുറക്കുന്നു, പ്രിസൺ വാൾസിനെ തുറക്കുന്നു. സോ ദിസ് ഇസ് വെരി വെരി പവർഫുൾ. പ്രിയമുള്ളവരെ, ഇന്ന് മുതൽ സ്തുതിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റുക. കഷ്ടങ്ങളായിരുന്നാലും നഷ്ടങ്ങളായിരുന്നാലും ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി സമയമെടുക്കുക.
നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയൊരു അറ്റ്മോസ്ഫിയർ ഇവിടെയുണ്ട്. അനേക വ്യക്തികളെ യേശു തൊടുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾ അസാധ്യമെന്ന് പറയുന്ന ഏതെല്ലാം വിഷയത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ, ഇപ്പോൾ ഞാൻ ഒരുമിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചിലരുടെ മരണഭയത്തിലായിരിക്കുന്നു. എനിക്കിനി ആയുസ്സുണ്ടോ, ജീവിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ കാണുന്നു. ഇപ്പോൾ തന്നെ യേശു കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ ആ മരണഭയം മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. യേശു എനിക്കായി ജീവിക്കുമ്പോൾ എനിക്ക് മരണഭീതി ഇല്ല. ഇപ്പോൾ തന്നെ ചിലരങ്ങനെ അത്ഭുതകരമായ വിടുതൽ കർത്താവ് തരുന്ന ഞാൻ കാണുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷങ്ങളായി, തലമുറകളില്ല. അങ്ങനെയുള്ള ഒരു കുടുംബത്തെ യേശു തൊടുന്ന ഞാൻ കാണുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മിറക്കിളിനെ പ്രാപിക്കുക ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. മക്കളില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തലമുറകൾ ഉണ്ടാകട്ടെ. രോഗശക്തികൾ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. വിട്ടുമാറാത്ത രോഗങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ആത്മഹത്യ ചെയ്യണം, ജീവിക്കരുത്, ഇനി മുന്നോട്ടൊരു ജീവിതം വേണ്ട എന്ന് ചിന്തിക്കുന്നവരോട് ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരിക്കലും അത് പരിഹാരമല്ല. യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരു ജയജീവിതം യേശു തരുവാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ തുറക്കാത്ത വാതിലുകൾ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവെ, ആത്മഹത്യ ടെൻഡൻസികളുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കടക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അടിപ്പോട്ടെ. ഡെപ്റ്റുകൾ ക്യാൻസൽ ആകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശു വീണ്ടും രോഗികളെ സൗഖ്യമാക്കുന്നതിന് കാണും. ഈ സമയത്ത് പ്രിയമുള്ളവരെ, മൂക്കിൻ്റെ ഉള്ളിൽ പ്രയാസം അനുഭവിക്കുന്നവർ, ശ്വസിക്കാൻ പറ്റാത്തവർ, ശരിയായി ശ്വസിക്കാൻ പറ്റാത്തവർ, ഇപ്പോൾ അങ്ങനെയുള്ളവർ ഹീൽഡ് ആവുന്ന ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സൗഖ്യത്തെ പ്രാപിക്കുക. മിറക്കിളിൻ്റെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ തീരുമാനങ്ങളിൽ വ്യത്യാസം വരുന്ന ഞാൻ കാണുന്നു. ചിലരിപ്പോൾ ഇങ്ങനെ പറയുന്നു, എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്ന ചിലരെ യേശുവിനെ കാണിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെ ഇപ്പോൾ തന്നെ തുറക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ സ്വർഗീയ സമാധാനം ആ വ്യക്തികളിലേക്ക് ഇറങ്ങി വരട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ശരീരത്തിൻ്റെ ഉള്ളിൽ ആന്തരിക അവയവങ്ങൾ കേടുപാട് പറ്റിയിരിക്കുന്നവരും, അതുപോലെ ശരീരത്തിൽ നിന്ന് വ്രണങ്ങളുണ്ടായിരിക്കുന്നവരും, ഇങ്ങനെയുള്ളവർക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഇപ്പോൾ ഇവിടെ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. മുറിവുകൾ കരിയട്ടെ. മുറിവുകൾ, വ്രണങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. കംപ്ലീറ്റ് ഹീലിംഗ് ആവട്ടെ. ആവശ്യഭാരത്തോടെ ഇപ്പോൾ ഈ TV സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മാതാക്കൾ, പിതാക്കൾ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കെട്ടപ്പെട്ട അനുഭവങ്ങൾ മാറട്ടെ. പിതാവേ, ഐശ്വര്യമായ സൗഖ്യങ്ങൾ, വിടുതലുകൾ ഈ വ്യക്തികളിലേക്ക് പകർന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അനേകം അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നത് ഞാൻ കണ്ടു. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് തുടർന്നും പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട വചനം വീണ്ടും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആഴ്ച മുഴുവൻ അതിശയങ്ങൾ നമുക്ക് വേണ്ടി നടക്കാൻ വേണ്ടി പോകുന്നു. യേശുവിനാൽ അസാധ്യമായിരിക്കുന്ന ഒന്നുമില്ല. ഈ സമയത്ത് യേശു കർത്താവ് അനേകരുടെ ഹൃദയങ്ങളെ തുറന്നിരിക്കുന്നു. തുടർന്ന് ഈ പ്രയർ ലൈനുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വിളിക്കുക. മിറക്കിളിൻ്റെ ടീം മുഴുവൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രൈസ് റിപ്പോർട്ടുകൾ ഇവിടേക്ക് എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈസ് റിപ്പോർട്ടുകൾ മെയിലുകളായിട്ടും, അതുപോലെ ഇമെയിലായിട്ടും, ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടും ഒക്കെ അയയ്ക്കുക. സോ ഗോഡ് ബ്ലെസ് യു. വീണ്ടും അടുത്ത ദിവസം വീണ്ടും ഒരുമിച്ച് നമുക്ക് ഇതേ ചാനൽ ഇതേ സമയം കാണുന്നതുവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലെസ് യു. മിറക്കിൾ ഡേ ചിൽഡ്രൻസ് ക്ലബിനെ കുറിച്ച് വീണ്ടും അറിയിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. എല്ലാ ദിവസവും 3 മിനിറ്റും അതിൽ കൂടുതൽ സമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ശുശ്രൂഷയാണ്. മിറക്കിൾ ഡേ പ്രയർ ടീമിലുള്ള സഹോദരീ സഹോദരന്മാരും ഞങ്ങളും കുടുംബമായി ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികളാണ് ഇതിൽ കൂടി യേശു കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഈ TV ക്ലബിൽ, ചിൽഡ്രൻസ് ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു.
ഇപ്പോൾ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പേരൻസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര്, അവരുടെ ഫോട്ടോ, അവരുടെ അഡ്രസ്സ് സഹിതം താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് അയക്കണം. കുഞ്ഞുങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ടുകൾ, അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നു. ഒരിക്കലും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഐശ്വര്യമായി ഇതിൽ കൂടി അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് അയയ്ക്കുക. ഗോഡ് ബ്ലെസ്.